എല്ലാവർക്കും നമസ്കാരം. മനസ്സ്, പലരും മനസ്സിനെ നിയന്ത്രിക്കുവാനും മനസ്സിൻ്റെ ചിന്തകളെ ഒതുക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ളൊരു മാർഗമായിട്ടാണ് പലപ്പോഴും ഈ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലൊക്കെ വരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് നന്നായി അറിയാം. പല ആളുകളും ഗുരുജി, ചിന്തകൾ എനിക്ക് നിരന്തരം വരികയാണ്, ചിന്തകളെ എനിക്ക് നിയന്ത്രിക്കണം, ആ നിയന്ത്രണത്തിനായിട്ട് എനിക്ക് ധ്യാനം പരിശീലിക്കാനായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞാണ് പലരെയും കണ്ടിട്ടുള്ളത്. അത് ഈ ആധുനിക ഉലകത്തിൻ്റെ ഈ പുറമേയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പല ഫിലോസഫേഴ്സും അവരുടേതായിട്ടുള്ള രീതിയിൽ തത്വചിന്തകൾ, മനസ്സിൻ്റെ പഠനങ്ങളും മനസ്സിനെ നിയന്ത്രിക്കാനും സബ് കോൺഷ്യസ് പവറും ലോ ഓഫ് അട്രാക്ഷനും സീക്രട്ട് പോലുള്ള ബുക്കുകളും ഒക്കെ വായിച്ചിട്ട് ഇന്നൊരു കൂട്ടം ആൾക്കാർ മനസ്സിനെ കേന്ദ്രീകരിക്കുവാനും അൺകണ്ടീഷണൽ ലവ്, അതേപോലെ തന്നെ ഒരു ഈഗോ ഇല്ല, എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ട് മനസ്സിന് വളരെ സ്വീകാര്യപ്രദമായിട്ടുള്ള ഒരിതുണ്ട്. പുറമേയുള്ള വെസ്റ്റേൺ ഫിലോസഫി എല്ലാം നോക്കുമ്പോഴും മനസ്സിനെയാണ് അവർ കൂടുതലും, മനസ്സിൻ്റെ സന്തോഷങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നതും ഭൗതിക കാഴ്ചപ്പാടിനെ അതുമായിട്ട് ശക്തീകരിക്കപ്പെടുന്ന രീതിയിലാണ് കാണുന്നത്. എന്നാൽ ഭാരതീയ തത്വചിന്ത എപ്പോഴും മനസ്സില്ലാതാവുന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. ഈ മനസ്സില്ലാതാവുക എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാഞ്ഞിട്ട് നമ്മളതിനെ പോസിറ്റീവായിട്ട് കാണണമെന്നാണ് പലരും ചിന്തിക്കുന്നത്. ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പരിശീലിക്കുന്നവർ അതിൻ്റെ അത്ര ഒരു അസംബന്ധമില്ല. മനസ്സിനെ നിയന്ത്രിക്കാനും മനസ്സിൻ്റെ പവർ എന്ന് പറയുന്നത് അതിലൊരു അസംബന്ധങ്ങളാണ്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടി അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാൻ നിങ്ങളുടെ മനസ്സിനോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓരോ ജീവനിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ഞാനും വേറൊരാളും അതിൻ്റെ വേറൊരാളും ഈ പ്രകൃതിയിലുള്ള കല്ലും മരവും ഒന്നും തമ്മിലൊരു വേറിട്ട വ്യത്യാസമില്ല. അതിനെയൊന്നും നിങ്ങളും മനഃപൂർവ്വം സ്നേഹിക്കേണ്ട ആവശ്യമില്ല. ഒരു യൂണിവേഴ്സലിനോട് നന്ദി പറയണ്ട, ഒരു യൂണിവേഴ്സലിനോട് ഫോർഗീവ്നെസ്സും പറയണ്ട. ഇതൊന്നും തന്നെ അടിസ്ഥാനമല്ല. നിങ്ങളെല്ലാത്തിലും ജീവിക്കുന്ന ഒന്നാണ്. ആ ജീവനായി തീരാനാണ്. എന്താണ് മനസ്സില്ലാതാവുന്നതിനെ വിളിക്കുന്ന പേരാണ് ചിത്തവൃത്തി നിരോധന എന്ന് പറയുന്നത്. മനസ്സില്ലാതാവുമ്പോൾ നിങ്ങൾ സമാധിയാവും. സമാധി എന്ന് വെച്ചാൽ ശരീരം വിട്ടുപോകുന്നത് മാത്രമല്ല, 8 സമാധികളിലെ ഒരാദ്യ സമാധി അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ലോകം മുഴുവനും നിങ്ങളാന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ എല്ലാം അംശമാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് ഉണ്ടാകുന്നത്. ആ റിയലൈസേഷനിലേക്കാണ്. അല്ലാതെ മനസ്സിനെ മനസ്സെന്ന് പറയുമ്പോൾ ഓർമ്മകളാണ്. ഓർത്ത് വെച്ചൊരു കാര്യം ചെയ്യുമ്പോൾ അത് മനസ്സിന് കുറച്ചുകൂടും, ഭാവനയിൽ കുറച്ചുകൂടും, ആ സമയത്തൊരു പോസിറ്റിവിറ്റി തോന്നും. എന്നാലത് ശ്രേഷ്ഠതയല്ല. പണ്ട് ഗരുഡ പുരാണത്തിലൊരു കാര്യം പറയാറുണ്ട്. മരണമെടുക്കുന്ന സമയത്ത്, മരണമെടുക്കുമ്പോൾ ഒരു വ്യക്തി മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അയാൾക്ക് അവസാനമായ ഒരു വാക്ക് അടുത്ത് നിൽക്കുന്ന ആളോട് പറയണം. ആ വാക്ക് പറയാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരം വിടുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല, എന്നാൽ ആ ജീവൻ അത് പറയണമെന്നുമുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ വാസനകളും ഒരു സമയം കഴിയുമ്പോൾ അവസാനിക്കും. അത് കാമമാണെങ്കിലും ആഗ്രഹങ്ങളാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിലും ഇഷ്ടപ്പെട്ട വീടാണെങ്കിലും കാറാണെങ്കിലും ഇതൊന്നും നിരന്തരമല്ല. വാസന കർമ്മങ്ങളാൽ പലതും വരും. ഒന്നിനും തന്നെ സ്ഥിരതയായിട്ടൊന്നും നമുക്കൊരു ഹാപ്പിനെസ് നൽകാൻ പറ്റില്ല. എന്നാൽ ജീവൻ്റെ അടിസ്ഥാന സന്തോഷത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു തിരിച്ചറിവിലേക്ക് കടക്കണം. ആ തിരിച്ചറിവിൻ്റെ ഉപയോഗത്തിലെത്തുമ്പോൾ നമ്മളൊരു ഊർജ്ജമാണെന്നുള്ള ഇതാണ് വരേണ്ടത്. മനസ്സിന് അവിടെ പ്രാധാന്യം ഒട്ടുമേ ഇല്ല. മനസ്സും വികാരങ്ങളും ഒന്നുമില്ല. ഇതൊരു ഊർജ്ജം മാത്രമാണ്. നിങ്ങൾക്കൊരു ഊർജ്ജമായി നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ, നിങ്ങളെ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങളൊരു എനർജിയാണെന്നുള്ള രീതിയിൽ നിങ്ങളെ നയിക്കുന്ന ഒരു പ്രോസസ്സാണ് ധ്യാനം എന്ന് പറയുന്നത്. അതൊരിക്കലും മനസ്സിൻ്റെ അല്ല. അപ്പോൾ മനസ്സിനെ പരിശീലിക്കാനും ഓരോരുത്തരും അറിയണം. ലോ ഓഫ് അട്രാക്ഷനും സീക്രട്ട് പോലുള്ള ബുക്കുകളും സബ് കോൺഷ്യസ് മൈൻഡും ഒക്കെ നല്ലതാണ്. ഇതിലൂടെ ആൾക്കാർക്ക് പരിശീലിച്ച് എവിടെ എത്തുന്നില്ലെന്ന് കാണുമ്പം യഥാർത്ഥ ആത്മീയത തേടി വന്നിട്ടുള്ള പലവരെ എനിക്കറിയാം. അതുകൊണ്ട് അതിലേക്ക് എത്തണം, ആ രീതിയിൽ ഉയരാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നു മനസ്സൊരു ശ്രേഷ്ഠതയേറിയൊന്നും അല്ല. മനസ്സൊരു വികാരമാണ്. അതിനെ നമ്മൾ കൂടുതൽ പരിശീലിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ കുഴപ്പത്തിലായി തീരത്തേ ഉള്ളൂ. നമസ്കാരം.